ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ ബാങ്കിങ് സബ്ജക്റ്റിലെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്തിട്ട് എസ്സേ ടൈപ്പിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മോഡേൺ ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ അതിൽ എസ്സേ ടൈപ്പിൽ മോസ്റ്റ് ഓഫ് ദ എസ്സേ ടൈപ്പ് മാത്രമല്ല 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും ഫങ്ഷൻസ് ഓഫ് RBI അതേപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ എന്ന് പറഞ്ഞ 2 ടോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ 2 ടോപ്പിക്കിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തതാണ്. അതെല്ലാവരും ഒന്ന് റെഫർ ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ തുടർന്ന് കാണാം. നെക്സ്റ്റ് ഉള്ളത് ഹൈടെക് ബാങ്കിങ് എന്താണ് ഹൈടെക് ബാങ്ക്, മോഡേൺ ബാങ്കിൻ്റെ റിലവൻസ് എന്താണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ പറയാം. കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ് ടുക്ക് ഓഫ് ഇൻ ഇന്ത്യ ഫോളോയിങ് ദ 2 റെക്കമെൻഡേഷൻസ് ബൈ രംഗരാജൻ കമ്മിറ്റി. അപ്പോൾ ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. രംഗരാജൻ കമ്മിറ്റിയാണ് ബാങ്കിങ് ഓപ്പറേഷൻസ് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കണം എന്നുള്ള ഒരു മൂവ് കൊണ്ടുവന്നത്. ടെക്നോളജി ഹാസ് ബീൻ പ്ലേയിങ് ആൻ ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ബാങ്കിങ് സെക്ടർ. നമുക്കറിയാം നമ്മുടെ ഹൈടെക് ബാങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടെക്നോളജി ഇൻക്രീസ്ഡ് ആണ്, എല്ലാം ഇൻ്റർനെറ്റ് ബേസ്ഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ റെക്കഗ്നൈസിങ് ദ റോൾ ഓഫ് technology in reducing the transaction cost and delivering the financial services in an efficient way, the Reserve Bank has been encouraging the use of technology in the banking sector. അപ്പോൾ RBIയും കൂടെ മറ്റുള്ള ബാങ്ക്സിനോട് പറയാണ് നമ്മൾ ടെക്നോളജി അത്രയും യൂസ് ചെയ്യണം എന്നുള്ളത്. A holistic approach has been adopted for designing the development of modern, robust, efficient and secure payment system with മിനിമൽ സെറ്റിൽമെൻറ്റ് റിസ്ക്. അതായത് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡിസൈനിങ്ങിനും ഡെവലപ്മെൻറ്റിനും പിന്നെ എഫിഷ്യൻറ്റ് സെക്യൂർ പേയ്മെൻറ്റ് സിസ്റ്റത്തിനൊക്കെ ഇപ്പോൾ ഇമ്പോർട്ടൻസ് ആണ്. ഹവർ ദ യൂസ് ഓഫ് ടെക്നോളജി ഹാസ് ഓൾസോ പോസ്ഡ് സർട്ടൻ ചലഞ്ചസ് എസ്പെഷ്യലി റിലേറ്റിംഗ് ടു സെക്യൂരിറ്റി ഓഫ് IT ബേസ്ഡ് പ്രൊഡക്ട്സ്. IT ബേസ്ഡ് ആയിട്ടുള്ള പുതിയ ടെക്നോളജീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മോഡേൺ ടെക്നോളജീസ് ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ATM, അതുപോലെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, അങ്ങനെ കുറേ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെലിഫോൺ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡേൺ ബാങ്കിങ് ടെക്നോളജി. അപ്പോൾ അതിന് നമ്മുടെ റിലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് വെരി യൂസ്ഫുൾ ആണല്ലേ. നമുക്ക് എവിടെ വേണമെങ്കിലും ബാങ്കിങ്ങിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജസൊക്കെ നമ്മൾ അവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ റിലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണല്ലോ. അപ്പോൾ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഹാവ് ആക്സസ് ടു ഇൻസ്റ്റൻറ്റ് സർവീസ് പ്രൊവിഷൻ, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണ്. അതുപോലെ അക്കൗണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്, അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ്ഡ് ആണ്. ഫിസിക്കലി നമ്മൾ ബാങ്കിൽ പോയിട്ട് പ്രസൻ്റ് ആവേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ബാങ്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതുപോലെ വെർച്വൽ ബാങ്ക്സ് മീൻസ് എന്താണ്? ഇൻ്റർനെറ്റ് ബാങ്കാണ്. അപ്പോൾ ബാങ്ക് കൂടുതൽ സേഫാണ് നമുക്ക്, അല്ലേ. അതുപോലെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, പിൻ നമ്പേഴ്സ് ഓരോ യൂസേഴ്സിനും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബാങ്ക്സ് ഓഫർ കൺവീനിയൻസ് ബിക്കോസ് ക്ലയൻറ്റ്സ് ക്യാൻ ആക്സസ് ദെയർ അക്കൗണ്ട്സ് ഫ്രം എനിവെയർ ആൻഡ് ഡു നോട്ട് ഹാവ് ടു ചേഞ്ച് ദ ബ്രാഞ്ചസ് ഇഫ് ദേ മൂവ് ഹൗസ്. അതായത് നമ്മുടെ വീട് മാറുന്ന സമയത്ത് നമുക്ക് എന്താണ് ബ്രാഞ്ച് അവിടെ ഇല്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല, അല്ലേ. നമുക്ക് ഫോണിൽ തന്നെ മൊബൈലിൽ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൺവീനിയൻസ് ആണ്, ടൈംലെസ് ആണ്, പ്ലേസ്ലെസ് ബാങ്കിങ് ആണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എനിവെയർ, എനി ടൈം, എനി പ്ലേസ് ബാങ്കിങ് ആണല്ലേ. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആയാലും ഹൈടെക് ബാങ്കിങ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. കാരണം ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാം എന്താണ് ഹൈടെക് ആണല്ലേ. ലീഡിങ് ടു കറൻസി ലെസ് മോണിറ്ററി സിസ്റ്റം, കറൻസി ലെസ് ആയിട്ടുള്ള മോണിറ്ററി സിസ്റ്റത്തിൻ്റെ ലീഡാണ് ഇത് കാണിക്കുന്നത് ഹൈടെക് ബാങ്കിങ് അല്ലെങ്കിൽ മോഡേൺ ബാങ്കിങ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രോസിങ്ങിൻ്റെ ടൈപ്സ് ആണ്. അത് ചെക്ക് ക്രോസ് ചെയ്യുക എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടൈപ്സും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ക്രോസിങ് ഓഫ് ചെക്ക് എന്നുള്ളത് നോക്കാം. ചെക്ക് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്, ഓപ്പൺ ചെക്കും ക്രോസ്ഡ് ചെക്കും. ഓപ്പൺ ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാത്ത ചെക്കിനെയാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുക. അത് നമുക്ക് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ അപ്പാടന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ചെക്ക് മാറി നമുക്ക് ക്യാഷ് കിട്ടും. നമ്മൾ ഓപ്പൺ ചെക്കാണ് ആ കൗണ്ടറിൽ സബ്മിറ്റ് ചെയ്തത് എങ്കിൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും, മണി കിട്ടും. പക്ഷേ അത് ഗ്രേറ്റ് റിസ്ക് ആണ്. കാരണം നമ്മൾ റോങ് പേഴ്സൺ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെക്ക് മിസ്സായിട്ട് വേറൊരാൾ ബാങ്ക് കൊണ്ടുപോയി മാറുമ്പം അവർക്കാണ് പൈസ കിട്ടുക. അതായത് അത് ഗ്രേറ്റർ റിസ്ക് ആണ്.
അപ്പോൾ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ് റിസ്ക്, ഈ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസിംഗ് എന്ന് പറയുന്നൊരു ഡിവൈസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. എ ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു ദ പേയിങ് ബാങ്കർ ടു പേ ദി എമൗണ്ട് ഓഫ് ചെക്ക് ഓൺലി ടു എ ബാങ്കർ ആൻഡ് നോട്ട് ഡയറക്ട്ലി ടു എ പേഴ്സൺ ഹു പ്രസൻറ്റഡ് അറ്റ് ദ കൗണ്ടർ. ആരാണോ കൗണ്ടറിൽ ആ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അവർക്കല്ല ക്യാഷ് കൊടുക്കുന്നത്, പക്ഷേ ആ ചെക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആളുടെ അക്കൗണ്ട് ത്രൂ ആണ് ഈ ക്രോസ്ഡ് ചെക്ക് അല്ലെങ്കിൽ ക്രോസിംഗ് എന്നുള്ള ആ ഒരു സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസിംഗ് ചെക്ക്സ് യൂസ് ചെയ്യുന്നത്. ക്രോസിംഗ് ഓഫ് ചെക്ക് മീൻസ് ഡ്രോയിങ് അക്രോസ് ദി ഫേസ് ഓഫ് ദി ചെക്ക് two parallel transverse lines with or without the words and company. അതായത് ക്രോസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ക്രോസിംഗ് ചെയ്യുക, ചെക്കിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് പാർട്ടിൽ ടോപ്പായിട്ടാണ് രണ്ട് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് വരക്കുക ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ രണ്ട് ലൈൻസിൻ്റെ ഇടയിൽ ആൻഡ് കമ്പനി എന്നുള്ള വേർഡ്സ് എഴുതും. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ബാങ്കിന് മനസ്സിലാവും ഇത് ക്രോസ്ഡ് ചെക്കാണ്, അപ്പോൾ കൗണ്ടർ വഴി ക്യാഷ് കൊടുക്കരുത്, അക്കൗണ്ട് ത്രൂ ആണ് കൊടുക്കേണ്ടത് എന്ന് അങ്ങനെയാണ് ബാങ്ക് മനസ്സിലാക്കും. ക്രോസിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ എ റോങ് പേഴ്സൺ ടു റിസീവ് ദി പേയ്മെൻറ്റ് ഓഫ് എ ക്രോസ്ഡ് ചെക്ക്. ഒരു ക്രോസ്ഡ് ചെക്കിൽ നിന്ന് റോങ് പേഴ്സൺ ഒരിക്കലും പേയ്മെൻറ്റ് കിട്ടില്ല, കാരണം അക്കൗണ്ട് ത്രൂ ആണ് എന്തായാലും ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ, അപ്പോൾ ഒരിക്കലും റോങ് പേഴ്സണിന് ക്യാഷ് മാറി കിട്ടില്ല. It is also very easy to trace the actual person who has received the payment. ആർക്കാണോ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള പേര്, ആളുടെ പേര്, അക്കൗണ്ട് നമ്പർ എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും ഇത് ആരുടെ പേരിലാണെന്നുള്ളത്. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ആണ്. മെയിൻലി 2 ടൈപ്പ് ഓഫ് ക്രോസിംഗ് ആണ് ഉള്ളത്, ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും. ഇത് 3 മാർക്സിന് ഓരോന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറൽ ക്രോസിംഗ് എന്താണെന്ന് നോക്കാം. In general crossing there must be 2 parallel transverse lines on the face of the check. നമ്മൾ ക്രോസിങ് ചെയ്യുന്നത് ചെക്കിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ടോപ്പ് കോർണറിൽ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് വരക്കുക ചെയ്യുന്നത്. ട്രാൻസ്വേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് വൈസ്, അതായത് സ്ട്രെയിറ്റ് അല്ലാണ്ട് ക്രോസ് വൈസ് ആയിട്ട് ഡയറക്ഷനിൽ ലൈൻസ് വരക്കുക, അതാണ് ക്രോസിങ്. 2 ട്രാൻസ്വേഴ്സ് ലൈൻസ് വരച്ചാൽ മാത്രം പോരാ, അതിൽ ആൻഡ് കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ അബ്രീവിയേഷൻ അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ എഴുതണം. അത് എസെൻഷ്യൽ അല്ല, പക്ഷേ ദീസ് വേർഡ്സ് ആർ റിട്ടൺ വെൻ ദ ഡ്രോയർ ഡസ് നോട്ട് നോ ദി പേയീസ് ബാങ്കർ. ആർക്കാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, ചെക്ക് ആരുടെ പേരിലാണോ നമ്മൾ എഴുതുന്നത് അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻഡ് കമ്പനി എന്നുള്ള ഒരു വേർഡിങ്സ് ആ ലൈൻസിൻ്റെ ഇടയിൽ എഴുതും. ആൻഡ് കമ്പനി മാത്രമല്ല, നോട്ട് നെഗോഷ്യബിൾ അല്ലെങ്കിൽ അക്കൗണ്ട് പേ എന്നുള്ള വേർഡ്സൊക്കെ അതിൽ ജനറൽ ക്രോസിങ്ങിൽ നമ്മൾ ആഡ് ചെയ്യും. ദ പേയിങ് ബാങ്കർ ഇസ് റിക്വയർഡ് ടു പേ ദി എമൗണ്ട് ഓഫ് ജനറലി ക്രോസ്ഡ് ചെക്ക് ടു അനദർ ബാങ്ക് ആൻഡ് നോട്ട് ടു ദി ഹോൾഡർ. അപ്പോൾ ബാങ്ക് ത്രൂ ആണ് മണി ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഹോൾഡർക്ക് ഡയറക്റ്റ്ലി അല്ല നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. നെക്സ്റ്റ് വണ്ണാണ് സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിങ്ങിൽ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ആർ നോട്ട് എസെൻഷ്യൽ ഫോർ എ സ്പെഷ്യൽ ക്രോസിംഗ്. എസെൻഷ്യൽ അല്ല എന്നാണ് പറയുന്നത്, പക്ഷേ 2 ട്രാൻസ്വേഴ്സ് ലൈൻസ് വരക്കുക എന്നുള്ളതാണ് ക്രോസിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ദ നെയിം ഓഫ് കളക്റ്റിംഗ് ബാങ്കർ ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ദ ക്രോസിംഗ്. അപ്പോൾ സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ എന്തുകൊണ്ടാണ് അത് സ്പെഷ്യൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണോ ആ ബാങ്ക് ചെക്ക് ആരുടെ പേരിലാണോ നമ്മൾ എഴുതുന്നത് അയാളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യണം, അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ട് നമ്പറും നമ്മൾ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ ഇവിടെയും നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പേ എന്നുള്ള വേർഡ്സൊക്കെ നമ്മൾ ആ ലൈൻസിൻ്റെ ഇടയിൽ ആഡ് ചെയ്യും. അതുപോലെ ദ പേയിങ് ബാങ്കർ ഇസ് റിക്വയർഡ് ടു പേ ദ എമൗണ്ട് ഓഫ് സ്പെഷ്യലി ക്രോസ്ഡ് ചെക്ക് ടു ദ ബാങ്കർ നെയിംഡ് ഇൻ ദ ക്രോസിംഗ്. അപ്പോൾ ബാങ്കറിൻ്റെ പേര് സ്പെഷ്യലി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, അപ്പോൾ അവർക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ദി സ്പെഷ്യൽ ക്രോസിംഗ് മേക്സ് എ ചെക്ക് സേഫർ ദാൻ ജനറൽ. ജനറലും സേഫ് തന്നെയാണ്, പക്ഷേ ജനറലിനേക്കാളും സേഫ് ആവുന്നത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. നെക്സ്റ്റ് ജനറൽ ക്രോസിങ്ങും അതുപോലെ സ്പെഷ്യൽ ക്രോസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ജനറൽ ക്രോസിങ്ങിൽ നമ്മൾ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് എസെൻഷ്യൽ ആണ്, പക്ഷേ സ്പെഷ്യൽ ക്രോസിങ്ങിൽ എസെൻഷ്യൽ അല്ല. ആൻഡ് ദ വേർഡ്സ് ആൻഡ് കമ്പനി മേ ഓർ മേ നോട്ട് ബി റിട്ടേൺ ഇൻ ജനറൽ ക്രോസിംഗ്. ജനറൽ ക്രോസിങ്ങിൽ നമ്മൾ ആൻഡ് കമ്പനി എന്ന് യൂസ് ചെയ്തിരിക്കാം, അതുപോലെ സ്പെഷ്യൽ ക്രോസിങ്ങിൽ ആൻഡ് കമ്പനി എഴുതില്ല.
ഇൻ ജനറൽ ക്രോസിംഗ് ദ നെയിം ഓഫ് ദി കളക്ടിങ് ബാങ്കർ ഇസ് നോട്ട് റിട്ടൺ ഇൻ ദ ഫീസ് ഓഫ് ദി ചെക്ക്. നമ്മൾ കളക്ട് ചെയ്യുന്ന ബാങ്കറിൻ്റെ ക്യാഷ് കളക്ട് ചെയ്യുന്ന ബാങ്കർ, അതായത് ആർക്കാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ നെയിം നമ്മൾ മെൻഷൻ ചെയ്യില്ല. പക്ഷേ സ്പെഷ്യൽ ക്രോസിങ്ങിൽ നമ്മൾ മെൻഷൻ ചെയ്യും. ദി എമൗണ്ട് ഓഫ് ജനറലി ക്രോസ്ഡ് ചെക്ക് ക്യാൻ ബി പേ ടു എനി ബാങ്കർ. ഏത് ബാങ്കർക്കും ആണെങ്കിൽ നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ സ്പെഷ്യലി ക്രോസ്ഡ് ചെക്കിൽ നമ്മൾ ആരുടെ പേരാണോ അതിലുള്ളത് അവർക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ദി ജനറൽ ക്രോസ്ഡ് ചെക്ക്സ് ബിക്കംസ് സേഫ്. ജനറലി ക്രോസ് ചെയ്ത ചെക്കുകൾ സേഫ് തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് മോർ സേഫ്. സ്പെഷ്യൽ ക്രോസിംഗ് ഈസ് മോർ സേഫർ ദാൻ ജനറൽ ക്രോസിംഗ്. ജനറൽ ക്രോസിങ്ങിനേക്കാളും സേഫ് സ്പെഷ്യൽ ക്രോസിംഗ് തന്നെയാണ്.